തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു ദിവസം കൂടി അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ കരുണയോർത്ത്, സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുക്കുമാരനിലൂടെ ജീവൻ്റെ സമൃദ്ധി നൽകുന്ന വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങൾ രക്ഷിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് ആ വചനത്തെ സ്വീകരിക്കുവാൻ പാപികളും ബലഹീനരും ദുർബലരുമായ അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കൂടെയായിരിക്കാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴൊക്കെ ഒത്തിരി ബോധ്യങ്ങൾ, തിരിച്ചറിവുകൾ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുകയാണ് കർത്താവ്. ഇത് നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ സ്വന്തമാക്കുമ്പോൾ നാമും നമ്മുടെ കുടുംബവും അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളെ കർത്താവാകുന്ന വചനമാകുന്ന ഉറപ്പുള്ള പാറയിൽ കർത്താവ് അടിസ്ഥാനമിടും. അവിടെ നിന്ന് കർത്താവ് നമ്മളെ വളർത്തും. ഒത്തിരി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളാക്കി നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് മാറ്റിയിരിക്കും. നന്ദിയോടെ നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിനെടുക്കുക. അവിടെ ഭോഷനായ ധനികൻ്റെ ഉമ്മയാണല്ലോ കർത്താവ് പറയുന്നത്. നമ്മളൊക്കെ പലവട്ടം ധ്യാനിച്ചിട്ടുള്ള, പലവട്ടം കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ് ഭോഷനായ ധനികൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, സംഭവവും പശ്ചാത്തലങ്ങളൊക്കെ അറിയാം. ഈശോയുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവെ, പിതൃസ്വത്ത് എൻ്റെ സഹോദരനുമായിട്ട് പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന് പറയണം. ആ സമയത്താണ് ഈശോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ധനികനായ ഈ ഭോഷനെക്കുറിച്ച് പറയുക. അവൻ്റെ കൃഷിസ്ഥലം വലിയ വിളവ് നൽകി. അങ്ങനെ വിളവ് നൽകിക്കഴിഞ്ഞപ്പോൾ അവൻ തന്നോട് തന്നെ പറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഇതെല്ലാം ശേഖരിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ തന്നെ തീരുമാനിക്കുക, ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് പണിയും, കൂടുതൽ വലിയ പണിയും, അതിലെല്ലാ വിഭവങ്ങളും ശേഖരിക്കും, എന്നിട്ട് എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും. അവിടെ ഈ പറച്ചിലിനിടയിൽ ഇവൻ പലവട്ടം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ധാന്യം ഞാൻ പണിയും, ഞാൻ പൊളിക്കും, എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും, ഞാൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞ് പലവട്ടം ഈ മനുഷ്യൻ മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. എന്താണ് മറന്നു പോകുന്നത്? ഇതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന സത്യം ഇവൻ മറന്നു പോവുക. ഇവിടെ ഉദിക്കുന്നൊരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ട മക്കളെ. ഉടമസ്ഥൻ ആര്? ഉടമസ്ഥത ആരുടേത്? നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ഇരുന്ന് ധ്യാനിക്കേണ്ട വിഷയമാണ്, എൻ്റെ ഉടമസ്ഥൻ ആര്? എനിക്കുള്ളതിൻ്റെ ഉടമസ്ഥത അവകാശം ആരുടേത്? ഈ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുക. ആ മറന്നു പോകുന്ന തലത്തിൽ യേശു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമാണ്, ഭോഷ, ഇവൊക്കെ തീരുമാനിച്ചു, ഞാൻ എൻ്റെ തീരുമാനങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് ദൈവം പറയാ, ഭോഷ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ ആത്മാവിനെ ആവശ്യപ്പെടും. നിൻ്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവ്, ജീവൻ, അത് ഞാൻ ഇന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ നീ ശേഖരിച്ചു വച്ചിരിക്കുന്നവ ആരുടേതാകും? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതം എന്തെന്നൊക്കെ ആണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം അവിടെ പറയാണ്, ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്, എത്ര കൊടുത്താലും തികയുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്ക് കഴിയും? അവിടെ പറയാണ്, ജീവൻ്റെ വിടുതൽ വില ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം നമുക്ക് ജീവനുണ്ട്. ഈ ലോകത്തിലെ എത്ര കോടികൾ കൊടുത്താലും എൻ്റെ ജീവനോളം വരുമോ അതിൻ്റെ വില? ഇപ്പം എനിക്ക് ഒരു 10,000 കോടി രൂപ ആസ്തി ഉണ്ടെന്ന് ഓർത്താൽ മതി കേട്ടോ. എൻ്റെ ജീവൻ്റെ വിലയോളം വരുമോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവൻ എൻ്റെയല്ല, എൻ്റെ ദൈവം. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ 8-ാം വചനത്തിൽ പറയാ,
അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യൻ. ഇന്ന് മനുഷ്യനെക്കുറിച്ച് അറിയുന്നില്ല. എന്താണ്? അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവൻ. അല്പകാലം കഴിയുമ്പോൾ, കുറച്ച് കാലമുള്ളൂ, ഈ അല്പകാലം കഴിയുമ്പോൾ തനിക്ക്, ആ വാക്കുകൾ മറക്കരുത്, തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ എവിടെ നിന്ന് കടം കിട്ടി? ദൈവത്തിൽ നിന്ന്. ദാതാവ് ആവശ്യപ്പെടും എന്ന് പറഞ്ഞാൽ അതാ ദൈവം പറഞ്ഞേ, എടോ ഭോഷനായ ധനിക ഭോഷ, ഇന്ന് ഞാൻ നിന്നിൽ നിക്ഷേപിച്ച കടമായിട്ട് നിനക്ക് നൽകിയ ഈ ആത്മാവിനെ ഞാൻ തിരിച്ചു ചോദിച്ചാൽ നീ സംഭരിച്ചു വച്ചിരിക്കുന്നവ ആരുടേതാകും? ക്വസ്റ്റ്യൻ ഓഫ് ഓണർഷിപ്പ്, ഉടമസ്ഥതയുടെ ചോദ്യമാണ്. ഇന്ന് പല മക്കളും ഈ സത്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സിലാക്ക്, ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്. അത് എത്ര കൊടുത്താലും തികയുകയില്ല. ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാൻ നിനക്ക് പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ സത്യം നമ്മൾ അറിയണം. എന്നാൽ ഈ ധനികൻ ഇത് മറന്നു പോവുകയാണ്. ദൈവം നമുക്ക് കഴിവുകൾ തരുന്നുണ്ട്, ദൈവം നമുക്ക് സമ്പത്ത് തരുന്നുണ്ട്, ദൈവം നമുക്ക് ബുദ്ധി തരുന്നുണ്ട്, ദൈവം നമുക്ക് ആരോഗ്യം തരുന്നുണ്ട്, ദൈവം നമുക്ക് കഴിവ് തരുന്നുണ്ട്, ദൈവം നമുക്ക് എല്ലാം തരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അറിയണം ഇതെല്ലാം ദൈവത്തിൻ്റെയാണ്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ ഈ സത്യം മറന്നു പോകുന്നവരാ. ഇനി ഇവിടെ എൻ്റെ മനസ്സിലേക്ക് വരിക, ഈ ധനികനായ മനുഷ്യന് എന്തിനാ ദൈവം ഈ സമ്പത്തൊക്കെ കൊടുത്തേ? കർത്താവ് ഈശോ പലവട്ടം പറയുന്നുണ്ട്, കാര്യസ്ഥൻ്റെ പണി. എൻ്റെ ദൈവം എന്നെ സമ്പത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് പൗരോഹിത്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് ജീവിതാന്തസ് നൽകിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പണി, നിൻ്റെ പണി എന്തെന്നറിയോ? കാര്യസ്ഥൻ്റെ പണിയാണ്. എന്താ കാര്യസ്ഥൻ്റെ പണി? ദൈവം തന്ന ദാനങ്ങളെ അർഹതപ്പെട്ടവന് കൊടുക്കുക. സമ്പത്താണെങ്കിൽ സമ്പത്ത്, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, അഭിഷേകമാണെങ്കിൽ അഭിഷേകം, ശുശ്രൂഷ വരമാണെങ്കിൽ അത് ശുശ്രൂഷയായിട്ട് കൊടുക്കണം. ഇത് കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ഔദാര്യമല്ല, എൻ്റെ കടമയാണത്. അത് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സമ്പത്തുള്ളവന് സമ്പത്ത് ദൈവമാ കൊടുക്കുന്നത്. അത് അവന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അവനത് കൊടുക്കണം. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൻ്റെ 15-ാം വചനം നാം വായിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയവൻ തന്നെയല്ലേ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവനെയും അവളെയും ഉരുവാക്കിയത്. ഞങ്ങൾക്ക് 2 പേർക്കും ജന്മം തന്നത് ഒരുവൻ തന്നെയാണ്. നമ്മളൊക്കെ സഹോദരന്മാരാ. എൻ്റെ ഒരു മകൻ, എൻ്റെ ഒരു സഹോദരൻ വേദനിക്കുമ്പോൾ, എൻ്റെ അടുത്ത് അയൽവക്കക്കാരൻ വേദനിക്കുമ്പോൾ, ഞാൻ കാണുന്നൊരു വ്യക്തി വേദനിക്കുമ്പോൾ, അവനെ കാണുമ്പോൾ, അവളെ കാണുമ്പോൾ, അവൻ എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് അവനെ സഹായിക്കാൻ, അവനെ ശക്തിപ്പെടുത്താൻ, അവന് ഭക്ഷണം കൊടുക്കാൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ടാകാം. കഴിവ്, സമ്പത്ത്, ആരോഗ്യം, അത് ഞാൻ കൊടുക്കണം. അല്ലാതെ ശേഖരിച്ചു വയ്ക്കാനുള്ളതല്ല. അത് സംഭരിച്ച് എൻ്റെ ആത്മാവെ തിന്നുകുടിച്ച് ആനന്ദിക്കുകയും. പണ്ട് ആ ധനവാന്റെ ലാസറിനെ സംഭവം നമുക്കറിയാം. ലാസർ ദരിദ്രൻ, അവൻ പടിവാതിൽക്കൽ കിടക്കുക. എന്നാൽ ധനവാനോ, അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് എന്ന് സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുമായിരുന്നു. പിന്നീട് വന്ന കാര്യങ്ങൾ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അതിന് ഉത്തരവാദിത്വമുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിനെ ആ അവസ്ഥയിൽ നമ്മെ ദൈവം വിളിക്കുന്ന പേരാണ് ഭോഷനായ ധനികൻ. ഒരു വിരോധാഭാസമല്ലേ? നമ്മൾക്ക് വിചാരം സമ്പത്തുണ്ടായാൽ ധനികനായാൽ അവൻ സൗഭാഗ്യവാനാണെന്നാ. പക്ഷെ ദൈവം പറയാ ഭോഷനവൻ. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സമ്പത്ത് എന്നുള്ളത് അത് ഭയങ്കര അപകടകരമായ ഒന്നാണ്. അത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, അത് ഇല്ലാതിരിക്കണമെന്നാണ് ഒരു പരിധിവരെ നല്ലതെന്ന് ശരിക്കും ജ്ഞാനമുള്ളവർ മനസ്സിലാക്കും. കാരണം സമ്പത്ത് കിട്ടി, ഇനി സമ്പത്ത് എന്ന് പറഞ്ഞാൽ കാശ് മാത്രമല്ല കേട്ടോ, കഴിവ്, ആരോഗ്യം, അല്ലെങ്കിൽ ബുദ്ധി, അല്ലെങ്കിൽ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ജീവൻ, ഇതൊക്കെ സമ്പത്താണ്. അതിലൊന്ന് മാത്രമേ ഉള്ളൂ പൈസ. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഫലം പുറപ്പെടുവിക്കണം. 5 കിട്ടുന്നവൻ 5 കൂടി, 2 കിട്ടുന്നവൻ 2 കൂടി. എത്ര കിട്ടണേ?
അതിനനുസരിച്ച് നമ്മൾ ഫലം പുറപ്പെടുവിക്കും. കാര്യസ്ഥതയുടെ കണക്ക് കർത്താവ് ചോദിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ശരിക്കും ബുദ്ധിയും ബോധമുള്ളവന് ചിന്തിക്കും, അധികമൊന്നും വേണ്ട കർത്താവേ, ഉള്ളത് മതി, ഉള്ളതുകൊണ്ട് അങ്ങയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കാര്യസ്ഥൻ്റെ പണി ചെയ്തിട്ട് അങ്ങോട്ട് പോന്നോട്ടെ, സ്വർഗത്തിലേക്കാന്നേ ആഗ്രഹിക്കത്തുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതറിയാൻ പാടില്ലാത്ത മനുഷ്യ മക്കൾ അതിൻ്റെയൊക്കെ പിന്നാലെ പിന്നെ വേറെ കാര്യം ഓർത്തോ, സമ്പത്ത് എവിടെയുണ്ടോ അവിടെ പിശാച് കയറി വരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ യേശുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പിശാച് കടന്നു വരുമ്പോൾ പിശാച് ഈശോയോട് പറയാ, ലോകവും അതിലുള്ള സകല സമ്പത്തും സർവ്വമഹത്വങ്ങളും കാണിച്ചിട്ട് പറയാ, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലോകത്തിൻ്റെ സമ്പത്ത്, ലോകത്തിൻ്റെ മഹത്വം പിശാചിന് നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. പിശാച് ഈശോയോട് പറയാ, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാൻ ഇവയെല്ലാം നിനക്ക് തരാം. സമ്പത്തിൻ്റെ ഒരു വലിയൊരു പൈശാചികതയുണ്ട് പ്രിയപ്പെട്ട മക്കളെ. സമ്പത്തിൻ്റെ മേൽ പിശാചിന് അധികാരമുണ്ട്. ഇന്ന് നോക്കിക്കോ, സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന പല മക്കൾക്കും സംഭവിച്ച വലിയ ദുരന്തമാണ് വാശി, വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത, കലഹം. ഈ അടിമത്തത്തിൽ പെട്ടുപോയ അനേക മക്കൾ. കുറേ നാളുകൾക്ക് മുമ്പ് അവിടെ ധ്യാനത്തിന് വന്നൊരു ചെറുപ്പക്കാരൻ, അവൻ ഒറ്റ മോനാ, 4 പെങ്ങന്മാർ. അവൻ ധ്യാനത്തിന് വന്നിട്ടിരുന്ന് കരയണ കാണുന്ന മക്കളെ, ചങ്കുപൊട്ടിക്കരയാ. അവന് ഇടയ്ക്ക് സംസാരിക്കാൻ വന്നു. പിന്നീട് അവൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോകാനൊക്കെ ഇടയായി. ഞാനും ഒത്തിരി വേദനിച്ച ആ പയ്യനെ കൂടി. അവൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അവൻ ഇളയ മകനാണ് വീട്ടിലെ. മൂത്തത് 4 ചേച്ചിമാർ, അപ്പം 5 മക്കളാണ്. മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അപ്പം മരിച്ചുപോയി. പിന്നെ ഇവൻ ഇളയ മകൻ, ബാക്കി 3 പെങ്ങന്മാരുണ്ട്. ഇവന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്ത് ഈ 3 പെങ്ങന്മാരുടെ കല്യാണം നടത്തി, അവരുടെ ആവശ്യങ്ങൾ നടത്തി. അതെല്ലാം കഴിഞ്ഞിട്ടെന്ന പോലെ അവൻ്റെ അവൻ വിവാഹം ചെയ്തു. അതിനുശേഷം അവൻ 2 കുഞ്ഞു മക്കളുണ്ട്, അവൻ ജീവിക്കുകയാണ്. എന്നാൽ ഇന്ന് ഒരു ചെറിയൊരു വീടുണ്ട്, ഒരു 40 സെൻറ്റ് സ്ഥലമുണ്ട്. ഇന്ന് ഇവനാണ് ഈ പെങ്ങന്മാർ കെട്ടിച്ചു വിട്ടെ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛാ, എൻ്റെ പെങ്ങന്മാർ ഈ വീടിന് വേണ്ടി, ഈ പറമ്പിന് വേണ്ടി അപ്പനെ ഒന്ന് എഴുതി വയ്ക്കാണ്ട് പെട്ടെന്ന് മരിച്ചു പോയാൽ ഈക്വൽ ഷെയർ വേണം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം കാര്യങ്ങളൊക്കെ 5ആയിട്ട് വീതിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ്. എന്നും കേസും വയ്യാവേലിയുമായിട്ട് നടക്കണം. വെച്ചാ എൻ്റെ പെങ്ങന്മാരെ ഞാൻ ചങ്ക് പോലെ സ്നേഹിച്ചതാ, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു. വെച്ചാ എല്ലാം ചെയ്തു കൊടുത്തു, ഇനി ഒന്ന് ഇതായി ഈക്വലായിട്ട് വീതിച്ചിട്ട് എനിക്കുള്ള തന്നാൽ മതി. അതിന് പോലും സമ്മതിക്കാത്ത വിധം ആ പറമ്പിൽ ഒന്ന് ചെയ്യാൻ, അവന് കൃഷി ഇറക്കാൻ. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ കാട് കയറി കിടക്കുക വീട്. ആ വീടാണെങ്കിൽ ഒരു പഞ്ഞം പിടിച്ച വീട്, കഷ്ടി അവനവിടെ താമസിക്കുന്നുണ്ട്. ഇവൻ ആ പറമ്പിൽ പണിയാനോ കൃഷി ഇറക്കാൻ ഒന്നും ചെയ്യാത്ത വിധം കോടതിയിൽ നിന്ന് ഓർഡറാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. ഒന്ന് ഓർത്ത് നോക്കിയപ്പോൾ സ്വന്തം രക്തബന്ധം. ഞാൻ ഓർക്കുക, എങ്ങനെ ചെയ്യാൻ പറ്റും? എവിടെയാണ് പ്രിയപ്പെട്ട മക്കളെ സമ്പത്തിൻ്റെ പിന്നാലെ പോയി സമ്പത്തിനു വേണ്ടി ആർത്തി പിടിച്ചപ്പോൾ സഹോദര ബന്ധമില്ല, സ്നേഹമില്ല, കേസ്, വാശി, വഴക്ക്, വക്കീൽ ഫീസ്, അങ്ങനെയായിട്ട് വാശിയോടെ നടക്കുന്ന മക്കൾ. ഞാൻ പറഞ്ഞു വരിക പ്രിയപ്പെട്ടവരെ, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അവിടെ സ്നേഹം വേണം, അവിടെ കരുണ വേണം, അവിടെ എളിമ വേണം, അവിടെ സാഹോദര്യം വേണം. സമ്പത്തൊക്കെ നൈമിഷികമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെ ഓടിപ്പായാൻ വരില്ല. സമ്പത്തുണ്ടോ ദൈവദാനമാണ്, അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ സമ്പത്തിലൂടെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് കടന്നു വന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ഒത്തിരിയേറെ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ഇന്ന് വെറും ഭോഷന്മാരായിട്ടല്ല മക്കളെ പെരുമാറുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനോ സത്യം തിരിച്ചറിയാനോ പറ്റാത്ത വിധത്തിൽ ഈ ധനികനെ പോലെ സമ്പത്തുണ്ടാക്കി അത് കൂട്ടിക്കൂട്ടി വച്ച് എനിക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവഹിതം എന്തെന്ന് നമ്മൾ പലപ്പോഴും ആരായാറില്ല. 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം. ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം. പൗലോസ്ലീഹ തിമോത്തിയോസിനോട് പറയാണ്, 1-ാം ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയാ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം. ധനമോഹം, അതിൻ്റെ പേരിലുണ്ടാകുന്ന വഴക്കുകൾ ഇന്ന് ലോക ചരിത്രത്തിലേക്ക് നോക്കിക്കോ, കുടുംബ ബന്ധങ്ങളിലേക്ക് നോക്കിക്കോ, സഭയിലേക്ക് നോക്കിക്കോ. ധനമോഹം
അതങ്ങൾ ആർത്തി മൂത്തിട്ട് എല്ലാ തിന്മകളുടെയും വാശിയും കേസും വെറുപ്പും കൊലപാതകവും തിന്മ പ്രവൃത്തികളും കൊണ്ടൊക്കെ നിറയപ്പെടാനുള്ളതിൻ്റെ ഒക്കെ അടിസ്ഥാനം കർത്താവിൻ്റെ വചനം പറയുക ധനമോഹം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളാരും ഇവിടെ വന്നത് വാരിക്കൂട്ടാനല്ല നമ്മൾ വന്നത് കൊടുക്കാനാ. മനുഷ്യജീവിതം ധന്യമാകുന്നത് സംഭരിച്ച് ശേഖരിച്ച് വയ്ക്കാനില്ല. അതാണ് ഈശോ പറഞ്ഞത്. ശേഖരണത്തിൽ ദൈവത്തിന് ഒട്ടും താല്പര്യമില്ല. അതാണ് ഈശോ പറഞ്ഞത്, ആകാശത്തിലെ പക്ഷികൾ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിച്ചു വയ്ക്കുന്നില്ല, എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു, ശേഖരിച്ചു വയ്ക്കണില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ഒരു വലിയ സ്വഭാവമാണ് ശേഖരിച്ചു വയ്ക്കുക. അതിനുവേണ്ടി ഒത്തിരിയേറെ ബ്ലേഡും കൈക്കൂലിയും മ്ലേച്ഛ പ്രവൃത്തികളും തിന്മ പ്രവൃത്തികളും വക്രതയും കപടതയും എല്ലാം കൊണ്ട് നിറച്ച് ശേഖരിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനു വേണ്ടി? ഭോഷാ, ഇന്ന് ഞാൻ നിന്നിൽ നിക്ഷേപിച്ച, നിനക്ക് കടമായി തന്ന ആത്മാവിനെ, ജീവനെ തിരിച്ചു ചോദിച്ചാൽ ഇതൊക്കെ ആരുടേതാകും? സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി നീ തിരിച്ചു പോകും. നിന്റെ പ്രയത്നങ്ങളിലൊന്നും നിനക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഭയങ്കര ഒരു സത്യമാണ്, ഭയങ്കരമായൊരു സത്യമാണ് കർത്താവിൻ്റെ വചനം ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ എങ്ങനെ പുറത്തു വന്നു? ഞാൻ എങ്ങനെ പുറത്തു വന്നു? നഗ്നനായിട്ട്. അതുകൊണ്ട് പറയാണ്, അതുപോലെ തന്നെ നീ തിരിച്ചു പോകും. നഗ്നനായി തന്നെ നീ തിരിച്ചു പോകും. അതാണ് ജോബ് കണ്ടെത്തിയ വലിയ സത്യം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ തിരിച്ചു പോകും. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോബ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അറിയണം, നമ്മുടെ പ്രയത്നങ്ങളിൽ ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഈ വാശി പിടിച്ച് ഈ കേസ് നടത്തി, ഈ സഹോദര ബന്ധവും തകർത്ത്, ഈ കൈക്കൂലി വാങ്ങിച്ച്, ഈ മദ്യം വിറ്റ്, പല മേഖലകളിൽ അല്ലെങ്കിൽ ചതിയും വക്രതയും കൊണ്ട് നമ്മൾ ഈ ശേഖരിച്ചു വച്ചതൊന്നും കൊണ്ടുപോകുന്നില്ലെന്നുള്ള സത്യം നമ്മൾ ആരെങ്കിലും ഓർക്കാറുണ്ടോ? എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, കഷ്ടമേ എന്ന് പറയട്ടെ, ഇന്ന് ലോകത്തിലെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി, ലോകത്തിലെ നൈമിഷികമായ സമ്പാദ്യത്തിന് വേണ്ടി മനുഷ്യർ ഓടിപ്പായുന്ന കാണുമ്പോൾ ഈ ഒരു സത്യം നമ്മൾ അറിയുന്നില്ല. നമുക്കൊരു ജീവനുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് വരിക. കൊണ്ടുപോകുന്നില്ലെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്താ കൊണ്ടുപോവുക? നമ്മൾ ശേഖരിച്ചത് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഒരു ഫലം കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ എന്താ കൊണ്ടുപോകാൻ പറ്റുക? നമ്മുടെ നന്മ, നമ്മൾ കാണിച്ച കാരുണ്യം, നമ്മൾ വിതരണം അതായത് ഈശോ പറഞ്ഞില്ലേ, ഈ ചെറിയവരിൽ ഒരുവന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കുന്നവനെ കുറിച്ച് പറയാം, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവം തന്ന കഴിവുകളെ, ദൈവം തന്ന അനുഗ്രഹങ്ങളെ, ദൈവം തന്ന സമ്പത്തിനെ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അത് സ്വർഗത്തിൽ എനിക്കും നിനക്കും ഒരു ശേഖരണമായിട്ട് മാറുന്നു. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരു ശക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ. ഇന്നത്തെ പല ഇന്ന് ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യൻ അങ്ങോട്ട് വിസ്മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവം തന്ന ദാനങ്ങളെ ഓർക്കാം. ഇത് ആരുടേതാണെന്ന് നമ്മൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കുക. നമ്മളായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം ദൈവം തന്നതാ. അതുകൊണ്ട് തന്നെ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോ ഒരിക്കൽ പറഞ്ഞു, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. അതിൻ്റെ അർത്ഥം തന്നെ മക്കളെ എന്ന് പറഞ്ഞാൽ, ഒട്ടകം ഒരിക്കലും സൂചിക്കുഴയിലൂടെ കടന്നു പോകത്തില്ല. ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം, ധനവാൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് തന്നെയാണ്. ഒരിക്കലും കയറത്തില്ല. കാരണം അതാണ് അവസ്ഥ. അതുകൊണ്ട് ധനികന്മാർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അവരുടെ അവസ്ഥ അതിൽ തന്നെ ദുരിതമാണ്. യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ധനികന്മാർ ശ്രദ്ധിക്കണം, അവർ താഴ്ത്തപ്പെടുമ്പോൾ അതിൽ നിരാശപ്പെടാതിരിക്കട്ടെ.
യാക്കോബസിലെ ലേഖനം 5-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ധനികന്മാർ താഴ്ത്തപ്പെടുമ്പോൾ അതിൽ നിരാശപ്പെടാതിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതൊക്കെ ചില കാര്യങ്ങൾ ദൈവമായ കർത്താവ് തൻ്റെ മക്കളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് ഭരമേൽപ്പിക്കാം. നമ്മുടെ ബന്ധങ്ങളെ ഈ വചനത്തിൽ അടിയുറപ്പിക്കാം. ഏതെങ്കിലും കേസുകളോ ഏതെങ്കിലും വഴക്കോ ഏതെങ്കിലും മിണ്ടാതെ സമ്പത്തിൻ്റെ പേരിൽ മിണ്ടാതെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതൊക്കെ വിട്ടുപേക്ഷിക്കുക. എന്നിട്ട് സ്വർഗത്തിനു വേണ്ടി ജീവിക്കുക. ഈ ആത്മാവിനെ ദൈവം തന്നതാ എന്തിനു വേണ്ടി? സ്വർഗത്തിനു വേണ്ടി. ഈ ജീവനെ ദൈവം തന്നതാ സ്വർഗത്തിനു വേണ്ടി. അത് ഒരിക്കൽ പോലും നശിപ്പിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകത്തക്ക വിധം ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ വ്യാമോഹത്തിൻ്റെ പിന്നാലെ പോയി നശിച്ചു പോകാൻ ഇടയാക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഈ വചനത്തിനനുസരിച്ച് കർത്താവിന് സമർപ്പിക്കാം. ഭോഷന്മാരാകരുത്. ധനികൻ ഭോഷനായിട്ട് മാറുന്ന അവസ്ഥയാണെന്ന് കർത്താവ് നമ്മൾ പറഞ്ഞ്. അതുകൊണ്ട് സാത്താന് ഇടം കൊടുക്കാത്ത ദൈവത്തിൻ്റെ വചനത്തെ സ്വന്തമാക്കി ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. നമുക്കെല്ലാ മക്കളെയും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ധനികന്മാരെയും സമർപ്പിച്ച് നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ധനികന്മാരാണ് കേട്ടോ, എന്തെല്ലാം കഴിവുകളുള്ളത് നമുക്കല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. ദൈവത്തിൻ്റെ ഹിതം ആരായാം. ഉടമസ്ഥത ദൈവത്തിൻ്റെതാണോ സത്യം മനസ്സിലാക്കാം. ഞാനെന്ന് പറയരുത്, എൻ്റെതെന്ന് പറയരുത്, എനിക്കെന്ന് പറയരുത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവം തന്നതാണ് ഈ ജീവിതം, ദൈവത്തിൻ്റെതാണ്. ആ ഒരു തിരിച്ചറിവോടെ കർത്താവിന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ കാര്യസ്ഥൻ്റെ പണി മറക്കല്ലോ. കാര്യസ്ഥൻ വിഭജിച്ചു കൊടുക്കുക, പങ്കുവച്ചു കൊടുക്കുക. അങ്ങനെ ആ കർത്താവിൻ്റെ ഹിതം, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം, എനിക്കെല്ലാം തന്നവൻ്റെ ഇഷ്ടം, എനിക്കെല്ലാം ഭരമേൽപ്പിച്ചവൻ്റെ ഇഷ്ടം നിറവേറിയിട്ട് ഞാനൊരു എളിയ ദാസനാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയാൻ പറ്റണം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മഹത്വം. അങ്ങനെ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കടമ നിറവേറ്റി ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് ആണത്തത്തോടെ ഭോഷന്മാരാകാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവനെ ആത്മാവിനെ കർത്തൃകരങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്കതിനു വേണ്ടി അഭിഷേകം ലഭിക്കാനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനമാണ് ഈ ജീവിതവും ജീവനും, ഞങ്ങൾക്കുള്ള സമ്പത്തും കഴിവും ആരോഗ്യവുമെല്ലാം. അതെന്തിനാണെന്ന് ഞങ്ങൾക്ക് ഈ സമയം അങ്ങ് വ്യക്തമാക്കി തന്നല്ലോ. കാര്യസ്ഥൻ്റെ പണി കർത്താവെ, അനേക മക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിറച്ച് കർത്താവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് നല്ല തീരുമാനങ്ങളെടുത്ത് ദൈവരാജ്യത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, അനേക മക്കൾക്ക് വേണ്ടി മുറിയപ്പെടാൻ പങ്കുവച്ചു കൊടുക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളിൽ അവിടുന്ന് ഇടയാക്കണമേ. അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ രക്തസാക്ഷികളെ നിങ്ങളുടെ ആ ചൈതന്യം ഞങ്ങളിൽ നിറയാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. സഭയെ സമർപ്പിക്കുന്നു, അഭിഷിക്തരെ സമർപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ക്രൈസ്തവ സമൂഹത്തെ സമർപ്പിക്കുന്നു, ലോകം മുഴുവനെ സമർപ്പിക്കുന്നു. ഈ തിരിച്ചറിവ് സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും ഞങ്ങളുടെ ലോകത്തെ മുഴുവനും നയിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.